CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഗതാഗത പരിഷ്കരണം. സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1.5 മാസത്തേക്കാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നഗരസഭാധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ ശുചിത്വ പരിശോധന നടത്തി. ശ്രീകൃഷ്ണപുരം ടൗൺ, ചന്തപുര, ഷെഡ്ഡുംകുന്ന് എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, തട്ടുകടകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വൈകിട്ട് ദേവസ്വം പൂരം, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറൻ ദേശപൂരങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി. ആനകൾ, മേളം, പഞ്ചവാദ്യം എന്നിവ പൂരത്തിന് മിഴിവേകി. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഗതാഗത പരിഷ്കരണം. സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1.5 മാസത്തേക്കാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നഗരസഭാധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 4 ബസ് 2 ബസ് തിരിഞ്ഞു കിട്ടത്തില്ല. എവിടെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കിട്ടത്തില്ല. വണ്ടികൾ നിർത്തിക്കഴിഞ്ഞാൽ അതെന്താ കിട്ടായി? അതൊക്കെ ബാഗ് താനെ അപ്പൊ എന്താ പറ്റിയാണ് ഈ കറങ്ങി അതേപോലെ വണ്ടികൾ വന്നു. അപ്പൊ റിവേഴ്സ് ഇടാൻ കഴിയുന്നില്ലേ? ഇത് ചെറിയ വണ്ടിയൊന്നുമല്ലല്ലോ. അങ്ങനെ ഇടുന്നില്ലല്ലോ. ഇതാ വരുന്നു, അങ്ങനെ കറങ്ങി ഇങ്ങനെ ഒന്നും ചെയ്യണേ. യാത്രക്കാർക്കായി ഒരുക്കിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമെത്തി ബസ്സുകൾ ആളുകളെ കയറ്റിയിറക്കണമെന്നാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം. വെയിലിൽ യാത്രക്കാരെ വലയ്ക്കാതെ അവർ നിൽക്കുന്നിടത്തേക്ക് ബസ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. നഗരസഭാ അധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഈ പരിഷ്കരണം പ്രായോഗികമല്ലെന്നാണ് ബസ് ഡ്രൈവർമാരുടെ പക്ഷം. ഈ വണ്ടി ഇങ്ങനെ പോണം, ഈ വണ്ടി ഇങ്ങനെ പോണം. എത്ര വണ്ടി നിർത്തും? വലിയ വണ്ടികളായി, കുട്ടി വണ്ടിയല്ല. വലിയ വണ്ടികൾ നിർത്തണം എങ്ങനെ പോകും ഒന്ന് പറഞ്ഞേ. കുട്ടി വണ്ടികൾ അവിടെ നിർത്തി വിചാരിച്ചു, തെങ്കരയ്ക്കുള്ളതും കാലാവസ്ഥയ്ക്കുള്ളതും അവിടെ നിർത്തുന്നത് ശരി. ഇപ്പം അവൻ വലിയ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ അവന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചെറിയ വണ്ടി ടിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും? അവനൊക്കെ അവന്റെ സൗകര്യത്തിനാണ്. ഇത് നമ്മൾ ഓടാൻ വേണ്ടിയിട്ടല്ലേ ഇത് നിർത്തുന്നത്. സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ ഇത്തരത്തിൽ കറങ്ങി വരുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. മിനിറ്റിൽ KSRTC പ്രൈവറ്റ് ഒക്കെ ഒരുമിച്ച് ഈ കയറി വരുന്നത്. ഇത് ഈ വന്ന 1-2 വണ്ടികളുള്ള സാധനം നല്ലത്. എങ്ങനെ ഇറങ്ങി പോവാ? അതിനിടയിൽ നിന്ന് ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾ എങ്ങനെ എടുക്കും? ഈ ട്രാക്കിൽ കൂടെ നിർത്തുകയാണെങ്കിൽ ഇത് എടുക്കും വേണം. ആ വരുന്ന വണ്ടികൾക്ക് ഈ ട്രാക്കിൽ പിടിച്ച് ഇടണമെങ്കിൽ എന്ത് ചെയ്യും? ഈ വരുന്ന വണ്ടികളുടെ ഇടയിൽ എങ്ങനെ ട്രാക്കിലിട്ട്? ഇത് ഇവര് കുറെ നോക്കിയതാണ്, ഇതൊന്നും നടക്കില്ല. ഈ പറഞ്ഞ പോലെ പോവുകയാണെങ്കിൽ ഇതിങ്ങനെ അത് വന്ന് അങ്ങനെ പോകും, ഇത് ഇവര് പറഞ്ഞെങ്കിലും പോകും. അതിനാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമാണ് മുൻഗണനയെന്നും പ്രായോഗിക തടസ്സങ്ങൾ ഒഴിവാക്കി പുതിയ ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. 1.5 മാസത്തെ താൽക്കാലിക പരിഷ്കരണമായതിനാൽ ഡ്രൈവർമാരും ഉടമകളും സഹകരിക്കണമെന്നാണ് അധികൃതരുടെ ആവശ്യം. ഇന്ന് ഞങ്ങള് ബസ് ഓണേഴ്സും അതുപോലെ തന്നെ RTO, പോലീസുമായിട്ട് ഒരു യോഗം കൂടുകയും നമ്മുടെ ജനങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ബസ്സുകളെ വെയിറ്റിംഗ് ഷെഡിൽ അവിടെ
തിരിക്കാനുള്ള ഒരു സംവിധാനം എല്ലാവരും കൂടെ എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ബസ്സുകാരും വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് ആൾക്കാരെ കയറ്റുകയും അവിടെ നിന്ന് തന്നെ ആൾക്കാരെ ഇറക്കുകയും ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ എല്ലാവരും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബസ് ഓണേഴ്സും അതുപോലെ തന്നെ പോലീസും RTO ഒക്കെ സഹകരിക്കും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും നാളെ മുതൽ നമ്മൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വളർത്തില്ല. അപ്പോൾ ജനങ്ങളെന്തായാലും വെറുതിരിക്കില്ല. അവർ ഞങ്ങൾക്ക് വേറെ മാർഗം ഉണ്ടാവില്ല. ഞങ്ങളെന്തായാലും അവരെ കൂട്ടി വാട്ടർ അതോറിറ്റിയുടെ ഈ ഓഫീസിൽ വരും. ഞങ്ങളത് തുറക്കാനായി കഴിക്കില്ല. 3.5 കൊല്ലമായിട്ട് ഒരു കുടിവെള്ള പദ്ധതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കരിമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വെള്ളമെത്തിക്കുന്ന പൊതുവൽമല കുടിവെള്ള പദ്ധതി നിലവിൽ 80 HP മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് അപര്യാപ്തമായതിനെ തുടർന്ന് 2020-25 കാലയളവിൽ 120 HP പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും 3 വർഷം പിന്നിട്ടിട്ടും ഇതിന് വൈദ്യുതി കണക്ഷൻ നൽകാൻ അധികൃതർ തയ്യാറായില്ല. മുൻ ഭരണസമിതിയുടെ കാലത്തെ 70 ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് KSEB കണക്ഷൻ തടഞ്ഞുവച്ചിരുന്നത്. എന്നാൽ നിലവിലെ ഭരണസമിതി ഇടപെട്ട് കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്തു. എന്നിട്ടും നിലവിലെ LT ലൈൻ ട്രാൻസ്ഫോമറിന് പകരം HT ലൈനിലേക്ക് മാറണമെന്നും അതിനായി 9 ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്നുമുള്ള പുതിയ നിബന്ധനകൾ വന്നതോടെ പദ്ധതി വീണ്ടും ചുവപ്പുനാടയിൽ കുരുങ്ങുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ ഏപ്രിൽ 30-നകം കുടിശ്ശിക തുക അടച്ചു തീർത്ത് പുതിയ മോട്ടോറിന് കണക്ഷൻ നൽകി പ്രവർത്തനം ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി. ഞങ്ങളെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് KSEBിൽ അടക്കാനുള്ള അരിയർ എത്രയും പെട്ടെന്ന് അടച്ചുകൊണ്ട് ഈ മാസം 30-ാം തീയതി, അതായത് ഏപ്രിൽ 30-ന്റെ ഉള്ളിൽ ഞങ്ങളെ 120 HP മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് കരിമ്പുഴ പഞ്ചായത്തിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിച്ച് തരാമെന്ന് ഇവരേറ്റിട്ടാണ് ഞങ്ങൾ ഇന്ന് ആകെയുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് ജലജീവന്റെ മിഷന്റെ കുടിവെള്ള പദ്ധതി. അത് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഇനി എത്തിക്കാനുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടെ ഉണ്ട്. അത് ഈ ഒരു വിഷയം 120 HP മോട്ടറിലേക്ക് കണക്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങൾക്കും കൂടി കുറച്ച് വെള്ളം എത്തിക്കേണ്ട രൂപത്തിലേക്ക് ലൈനുകൾ നീട്ടാനുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഇതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് പഞ്ചായത്ത് മെമ്പർമാർ മുന്നറിയിപ്പ് നൽകി. ഇനിയിപ്പോ LTന്ന് HT ആക്കി മാറ്റുകയാണ് വേണ്ടത്. അതിന് ഏകദേശം 9 ലക്ഷം രൂപ അടക്കാനുള്ളതാണ് ഇവർ കാരണം പറയുന്നത്, ഇലക്ട്രിസിറ്റി കാരണം പറയുന്നത്. അത് വെച്ച് താമസിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും ഇത് വൈകുന്നത്. അതിരൂക്ഷമായ ഈ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഈ നയത്തിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമര പരിപാടി. ഇതൊരു സൂചനയുടെ സമരമാണിത്. ഇനി ഞങ്ങൾ ആളുകളെ അണിനിരത്തിയിട്ടുള്ള സമരം വരും. അത് ഞങ്ങൾ ഈ ഓഫീസ് തുറക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ആളുകളെ കൂട്ടിയിട്ടുള്ള സമരമാണ്. അടുത്ത ഘട്ടത്തിൽ ഇപ്പൊ ഞങ്ങളോട് ഏറ്റുന്നത് 30-ാം തീയതിയാണ്. ഈ 30-ാം തീയതി കഴിഞ്ഞ് ഇത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഓഫീസ് തുറക്കാൻ സമ്മതിക്കാത്ത കരിമ്പുഴയിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, M ചന്ദ്രമോഹൻ, N ഹംസ, CK ഷാഹുൽ ഹമീദ്, K സൈതലവി, AV ബാലകൃഷ്ണൻ, മൈമൂനത്ത് സാബിർ, K പത്മജാക്ഷി, നസീമ ഷൗക്കത്ത്, P മല്ലിക, C വിജിത, R രാജേശ്വരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN ചെർപ്പുളശ്ശേരി. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ ശുചിത്വ പരിശോധന നടത്തി. ശ്രീകൃഷ്ണപുരം ടൗൺ, ചന്തപുര, ഷെഡ്ഡംകുന്ന് എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, തട്ടുകടകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന.
പരിശോധനയിൽ ആഹാർ റെസ്റ്റോറന്റ്, ചില്ലീസ് പാനിപൂരി, ബസ്റ്റ് ചിക്കൻ, ശ്രീകൃഷ്ണ ബേക്കേഴ്സ്, കാളിദാസൻ തട്ടുകട, പുനർജനി തട്ടുകട എന്നീ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതും വൃത്തിഹീനമായ സാഹചര്യം നിലനിൽക്കുന്നതുമായ സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകി. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് ആകെ 6000 രൂപ പിഴ ഈടാക്കി. വിൽപ്പനയ്ക്കായി വച്ചിരുന്ന പഴകിയതും ഉപയോഗശൂന്യവുമായ ഭക്ഷണ സാധനങ്ങൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കൂടാതെ പുകയില നിയന്ത്രണ നിയമപ്രകാരം നിശ്ചിത ബോർഡുകൾ പ്രദർശിപ്പിക്കാത്ത 3 സ്ഥാപനങ്ങളിൽ നിന്നായി 600 രൂപ വേറെയും പിഴ ഈടാക്കിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ പി രജനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഗോപാലകൃഷ്ണൻ, അസീല അയ്യൻകുളം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും നെല്ലായ അഞ്ചമ്പലം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് നട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം രാവിലെ 6 മണി മുതൽ 10 മണി വരെ വിശേഷാൽ പൂജകളും ദർശനവും നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ 6:30 ശ്രീജിത്ത് പൊതുവാൾ അവതരിപ്പിച്ച സോപാന സംഗീതവും തുടർന്നു നടന്ന മേളവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പ്രൊഫസർ കലാമണ്ഡലം നന്ദകുമാർ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. തുടർന്ന് പനമണ്ണ ശശി, ചെറുപ്പുളശ്ശേരി ശ്രീജിത്ത്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ട്രിപ്പിൾ തായമ്പക ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മേളപ്പെരുമ തീർത്തു. ഉച്ചയ്ക്ക് 1 മണി മുതൽ ഭക്തജനങ്ങൾക്കായി വിപുലമായ പ്രസാദൂട്ട് ഒരുക്കിയിരുന്നു. വൈകുന്നേരം 2:45 മുതൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങളും കൈകൊട്ടിക്കളിയും അരങ്ങേറി. പ്രതിഷ്ഠാദിന മഹോത്സവം വൻ വിജയമാക്കാൻ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായതായി ക്ഷേത്രം പ്രസിഡന്റ് കുമാരൻ നന്നാട്ടുപറമ്പിൽ, സെക്രട്ടറി സുകുമാരൻ ശ്രീഹരി എന്നിവർ അറിയിച്ചു. 8 കൊല്ലമായി ഇവിടുത്തെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ പ്രതിഷ്ഠാദിനമാണ്. ഞാൻ ഇന്ത്യൻ
ഇന്ത്യൻ ബാലൻസ് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്ക് വന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷമാണ്, സെക്രട്ടറി ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി 2018 പ്രതിഷ്ഠ നടത്തി. 2026 8ാമത്തെ പ്രതിഷ്ഠാദിനാണ്. എല്ലാ കൊല്ലവും ഞങ്ങളുടെ പ്രതിഷ്ഠാദിനം വളരെ വിപുലീകരമായി നടത്തുന്നുണ്ട്. ഇന്നലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഒരു മെഗാ നാരായണീയ പാരായണം നടത്തി, ഉച്ചയ്ക്ക് പ്രസാദകൂട്ടം നടത്തി. ഇന്ന് രാവിലെ താന്ത്രിക ക്രിയകൾ കൂടാതെ സോപാന സംഗീതം, മേളം, ഓട്ടംതുള്ളൽ, തൃത്തായമ്പക, പ്രസിദ്ധരായ ചെർപ്പുളശ്ശേരി രാജേഷ്, പനമണ്ണ ശശി, കല്ലൂർ ഉണ്ണീഷമാരാർ ഇവരുടെ നേതൃത്വത്തിൽ തൃത്തായമ്പക നടത്തി. വൈകുന്നേരം കുട്ടികളുടെ പരിപാടികൾ, അമ്മമാരുടെ കൈകൊട്ടിക്കളികൾ, നൃത്തനൃത്യങ്ങൾ, ഒരു ഭജന ഇവരുടെ കൂടെ വൈകുന്നേരം 6:30-7 മണിക്ക് പരിപാടി അവസാനിക്കും. CCN ചെർപ്പുളശ്ശേരി. സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തി വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീറിനെതിരെ മാനനഷ്ട കേസ്. പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകനും മുൻ പ്രവാസിയുമായ തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ ഹഖാണ് തിരൂർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അത് കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. കാരണം അദ്ദേഹം കോഴിക്കോട് എയർപോർട്ട് അദ്ദേഹത്തിന്റെ എന്തോ ആണ് എന്നുള്ള രീതിയിലാണ് കുറെ കാലമായി അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഞാൻ ദുബൈയിൽ നിന്ന് വന്ന പോലീസ് ഓഫീസർ, വലിയ ഒരു റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ പൗരനായ ഒരാൾ കേരളം സന്ദർശിച്ച സമയത്തായിരുന്നു ഈ കേസിനായിട്ട് ഉണ്ടായ സംഭവം. അദ്ദേഹത്തിന്റെ പെട്ടികളൊക്കെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ട് കുത്തിക്കേറിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം വീട്ടിൽ വന്നത്. അപ്പം അത് ഞാൻ പോവുകയും ഞാൻ കേസുമായിട്ട് കുറേ മുന്നോട്ട് പോയി, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു. അത് നിരവധി ആളുകൾ ഏറ്റെടുക്കുകയും വലിയൊരു വൈറലായൊരു വാർത്തയായിരുന്നു. അതിന് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സ്വത്ത് പോലെ പോലെ എൻ്റെ ആണെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് എൻ്റെ ഫോളോവർ വിളിച്ചിട്ടുണ്ട്, തോന്നിയ വാർത്തകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ അടിസ്ഥാനരഹിതവും അപമാനകരവുമായ പരാമർശങ്ങളടങ്ങിയ വീഡിയോകൾ KM ബഷീർ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. പ്രസ്തുത വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും നിരുപാധികം മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് അബ്ദുൽ ഹഖ് നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നോട്ടീസിനോട് പ്രതികരിക്കാനോ വീഡിയോ പിൻവലിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ ഷിയാസ് കുഞ്ഞിബാവ മുഖേന അബ്ദുൽ ഹഖ് കോടതിയെ സമീപിച്ചത്. IT ആക്ടിലെ 66 എന്ന വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് അഡ്വക്കേറ്റ് ഷിയാസ് കുഞ്ഞിബാവ ചൂണ്ടിക്കാട്ടി. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വൈകിട്ട് ദേവസ്വം പൂരം, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറൻ ദേശപൂരങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി. ആനകൾ, മേളം, പഞ്ചവാദ്യം എന്നിവ പൂരത്തിന് മിഴിവേകി. വൈകിട്ട് 5 മണിയോടെ പൂരങ്ങളുടെ വരവ് തുടങ്ങി. തുടർന്ന് ക്ഷേത്രപൂരം, കിഴക്കൻ പൂരം, വടക്കൻ പൂരം, പടിഞ്ഞാറൻ പൂരം എന്നിവ ക്രമപ്രകാരം ഇറങ്ങി വാദ്യഘോഷങ്ങളുടെ പ്രദക്ഷിണം വെച്ചു. തിറയും പൂതനും കുടമാറ്റവും പൂരത്തിന് മാറ്റുകൂട്ടി. 4 തിടമ്പാനകളോടുകൂടിയുള്ള ക്ഷേത്രപ്രദക്ഷിണത്തോടെ പകൽപൂരം സമാപിച്ചു.
ക്ഷേത്രപൂരത്തിന് ശ്രീകൃഷ്ണപുരം ജനാർദ്ദനന്റെ നേതൃത്വത്തിലായിരുന്നു വാദ്യം. മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ തിടമ്പേറ്റി. കിഴക്കൻ പൂരത്തിന് കല്ലൂർ ജയന്റെ നേതൃത്വത്തിലായിരുന്നു മേളം. ചിറക്കൽ കാളിദാസൻ തിടമ്പേറ്റി. വടക്കൻ പൂരത്തിന് കല്ലുവഴി മുരളി നമ്പീശന്റെ നേതൃത്വത്തിലായിരുന്നു വാദ്യം. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. പടിഞ്ഞാറൻ പൂരത്തിന് കല്ലുവഴി പ്രകാശന്റെ നേതൃത്വത്തിലായിരുന്നു മേളം. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി. CCN കടമ്പഴിപ്പുറം. കഥകളി അരങ്ങുകൾ കൊണ്ട് പ്രശസ്തമായ മണ്ണമ്പറ്റ പച്ചായൽ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഭക്തി നിർഭരമായ ആറാട്ടോടെ സമാപനം. ഉത്സവത്തിന്റെ അവസാന ദിനമായ ചൊവ്വാഴ്ച നടന്ന ചടങ്ങുകളിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ 10:30 നടന്ന കൊടിയിറക്ക ചടങ്ങുകൾക്ക് ശേഷമാണ് ആറാട്ടിനായുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. വൈകിട്ട് 6:30 പാറക്കടവിൽ വെച്ച് ഭക്തിസാന്ദ്രമായ ആറാട്ടു ചടങ്ങുകൾ നടന്നു. തുടർന്ന് രാത്രി 7 മണിയോടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് നടത്തി. തിരിച്ചെഴുന്നള്ളിപ്പിന് പുലാപ്പറ്റ രമേശനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം ഉത്സവത്തിന് മാറ്റുകൂട്ടി. ഉത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് വിപുലമായ പ്രസാദൂട്ടും ഒരുക്കിയിരുന്നു. CCN കടമ്പഴിപ്പുറം. ചേർത്തുപിടിക്കലിന്റെ സൗന്ദര്യം എന്ന പ്രമേയത്തിൽ SOS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സോൺ സമ്മേളനവും മെഗാ പ്രോജക്ട് സമർപ്പണവും ഏപ്രിൽ 24-ന് നടക്കും. മലപ്പുറം ടൗൺ ഹാളിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമ്മേളനം SOS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള
വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മലപ്പുറം സോൺ ഘടകത്തിന് കീഴിൽ അടുത്ത വെള്ളിയാഴ്ച ഏപ്രിൽ 24-ാം തീയതി കുറെ കൂടി വിപുലമായ രീതിയിൽ സാന്ത്വന പ്രവർത്തന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മെഗാ പ്രൊജക്ടിന്റെ സമർപ്പണം നടത്തുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഈ സാന്ത്വനം ഉപകരണങ്ങളുടെ സമർപ്പണവും സാന്ത്വനം വോളണ്ടിയേഴ്സിന്റെ സമർപ്പണവും മർക്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന RCFIയുമായി സഹകരിച്ച് 15 ലക്ഷം രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളാണ് സമ്മേളനത്തിൽ വിതരണം ചെയ്യുന്നത്. ജാതിമത ഭേദമന്യേ 400ഓളം പേർ ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സാന്ത്വനം വളണ്ടിയർമാരുടെ സമർപ്പണവും ചടങ്ങിൽ നടക്കും. നിലവിൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷമായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം നൽകുന്നതും സാന്ത്വനം വളണ്ടിയർമാരുടെ സേവനവും SYSന് കീഴിൽ നടന്നുവരുന്നുണ്ട്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഗതാഗത പരിഷ്കരണം. സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1.5 മാസത്തേക്കാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നഗരസഭാധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ ശുചിത്വ പരിശോധന നടത്തി. ശ്രീകൃഷ്ണപുരം ടൗൺ, ചന്തപുര, ഷെഡ്ഡുംകുന്ന് എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, തട്ടുകടകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വൈകിട്ട് ദേവസ്വം പൂരം, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറൻ ദേശപൂരങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി. ആനകൾ, മേളം, പഞ്ചവാദ്യം എന്നിവ പൂരത്തിന് മിഴിവേകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.